ഗുഡ് മോർണിംഗ്. നമുക്കിന്ന് മാത്സ് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. മാത്സ് നമുക്ക് അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ചേഞ്ചിങ് ടൈംസ് ആണ്. കാരണം ചേഞ്ചിങ് ടൈംസ് ഓക്കെ. അപ്പോൾ ചെറിയൊരു വ്യത്യാസമുണ്ട്. കാരണം ഒന്നുമില്ല, ജസ്റ്റ് നമ്മൾ ഈ കോമ്പൗണ്ടിങ് നടത്തുന്ന ആനുവലി കോമ്പൗണ്ടിങ് ആണ് കണ്ടുകൊണ്ടിരുന്നത്. നമ്മൾ ചെയ്യാൻ പോകുന്നത് കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത് പോലെ ഹാഫ് ഇയർലി കോമ്പൗണ്ടിങ് ആയിരിക്കും, അല്ലെങ്കിൽ ക്വാർട്ടർലി കോമ്പൗണ്ടിങ് ആയിരിക്കും. ഓക്കെ. അപ്പോൾ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് വായിച്ച് ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ക്വസ്റ്റിന് വ്യത്യാസം ഉണ്ടാവും. നമുക്ക് നോക്കാം എങ്ങനെ ക്വസ്റ്റ്യൻ വരാമെന്ന്. Okay. There are schemes in which interest is added every 6 months instead of 1 year. It is known as half yearly compounding. നമ്മൾ മുമ്പ് എന്താണ്, ഒരു കൊല്ലം കഴിയുമ്പോഴാണ് എന്താണ് ഇൻട്രസ്റ്റ് കയറുന്നത്. ചില സ്കീംസിലൊക്കെ എന്താണ് 6 മാസം കൂടുമ്പോൾ ഇൻട്രസ്റ്റ് കയറിക്കൊണ്ടിരിക്കും. അപ്പം അങ്ങനെ 6 മാസം കൂടുമ്പോൾ ഇൻട്രസ്റ്റ് മാറുന്നുണ്ടെങ്കിൽ എന്താണ് നമ്മൾ എന്താ പറയുന്നത്, ഹാഫ് ഇയർലി കോമ്പൗണ്ടിങ് എന്ന് പറയും. ഓക്കെ. ചില ബാങ്കുകളിൽ 3 മന്ത്സ് കൂടുമ്പോൾ ഇൻട്രസ്റ്റ് മാറും. ഓക്കെ. എന്ന് വെച്ചാൽ 3 മന്ത് കൂടുമ്പോൾ ഇൻട്രസ്റ്റ് കിട്ടും, വീണ്ടും അത് മണിയിലേക്ക് ആഡ് ചെയ്ത് വീണ്ടും ഇൻട്രസ്റ്റ് ആയിരിക്കും, പിന്നെ 3 മാസത്തേക്ക് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ 3 മാസം കൂടുമ്പോൾ എന്താണ് ഇൻട്രസ്റ്റിന് വ്യത്യാസം, എന്താ നമ്മുടെ ഇൻട്രസ്റ്റ് മണിയിലേക്ക് ആഡ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. ഓക്കെ. അപ്പോൾ അങ്ങനെ 3 മാസം നമ്മൾ ക്വസ്റ്റിന് സ്പെസിഫിക് ആയിട്ട് പറയും ഹാഫ് ഇയർലി കോമ്പൗണ്ടിങ് ആണോ ക്വാർട്ടർലി കോമ്പൗണ്ടിങ് ആണോ. അപ്പോൾ ക്വാർട്ടർലി കോമ്പൗണ്ടിങ് ആണെന്നുണ്ടെങ്കിൽ 3 മന്ത്സ് കൂടുമ്പോൾ ആയിരിക്കും അവിടെ വ്യത്യാസം വരാം. നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ. അപ്പം ഹാഫ് ഇയർലി കോമ്പൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം, 6 മാസം കൂടുമ്പോൾ അവിടെ പലിശയ്ക്ക് വ്യത്യാസം വരും. ഇനി ക്വാർട്ടർലി കോമ്പൗണ്ടിങ് ആണെന്നുണ്ടെങ്കിൽ 3 മാസം കൂടുമ്പോഴാണ് പലിശ കണക്കാക്കുന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിച്ച് വായിക്കാം. ഇനി ആനുവലി കോമ്പൗണ്ടിങ് ആണ് ക്വസ്റ്റ്യനിലുള്ളതെങ്കിൽ എന്താണ് അർത്ഥം, ഒരു വർഷം കൂടുമ്പോഴാണ് കോമ്പൗണ്ടിങ് ചെയ്യുന്നത്, പലിശ കണക്കാക്കുന്നത്. ഓക്കെ. അപ്പോൾ നോക്കി അനസിൻ്റെ ഒക്കെ നോക്കിയേ. അനസിൻ്റെ ഒക്കെ നോക്കി കറക്റ്റ് ആയിട്ട് കാണിക്കുക. അനസ് ഡെപ്പോസിറ്റഡ് 20,000 rupees in a bank which pays 6% interest compounded annually. അപ്പോൾ അതിൻ്റെ അടുത്ത് എന്താ, വർഷം തോറുമാണ് ഇൻട്രസ്റ്റ് കണക്കാക്കുന്നത്. ഇനി ഇവിടെ നോക്കാം, നിങ്ങളുടെ ചേഞ്ചിങ് ടൈംസിൽ തൊട്ടടിയിൽ ഒരു എക്സാമ്പിൾ വന്നിട്ടുണ്ട്. അംബ്ലി ഡെപ്പോസിറ്റഡ് 12,000 rupees in a bank which pays കോമ്പൗണ്ടഡ് ഹാഫ് ഇയർലി. അപ്പോൾ എന്താണ് കണ്ടത്, അപ്പോൾ കോമ്പൗണ്ടഡ് ആനുവലി ആണോ, കോമ്പൗണ്ടഡ് ഹാഫ് ഇയർലി ആണോ, ഇനി കോമ്പൗണ്ടഡ് ക്വാർട്ടർലി ആണോ, 3 കണ്ടീഷനേ വരുള്ളൂ. അന്നേരം ആനുവലി അല്ലെങ്കിൽ ഹാഫ് ഇയർലി അല്ലെങ്കിൽ ക്വാർട്ടർലി, 3 കണ്ടീഷൻ ഏതായാലും നമുക്ക് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റും, ക്വസ്റ്റ്യൻ ചെയ്ത് വായിച്ച് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ. ഇവിടെ ഹാഫ് ഇയർലി കോമ്പൗണ്ടിങ് ആണ്. ഓക്കെ. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ആനുവൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് തന്നിട്ടുള്ളത്. ആനുവൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു കൊല്ലം മൊത്തമുള്ള പലിശ. ആനുവൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് 8%. ഹൗ മച്ച് വുഡ് ഷീ ഗെറ്റ് ബാക്ക് ആഫ്റ്റർ 1 year. ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞ് ചെല്ലുമ്പോൾ അമ്പളിക്ക് എത്ര രൂപ തിരിച്ചു കിട്ടും എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇക്വേഷനൊക്കെ സെയിം തന്നെയാണ്, പക്ഷെ ഇവിടെ ചെറിയൊരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ അമ്പളിയുടെ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ചെയ്തു നോക്കാം. അപ്പോൾ പ്രിൻസിപ്പൾ എന്ന് പറയുന്നത് എന്താണ്, 12,000 rupees ആണ് പ്രിൻസിപ്പൾ അല്ലേ. ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് 8% ആണ്. എന്തുകൊണ്ട് ആനുവൽ ഇൻട്രസ്റ്റ് ആണ് 8% തന്നിട്ടുള്ളത്. ജസ്റ്റ് ആനുവൽ. ഓക്കെ. നമുക്ക് നമുക്ക് പറയുന്നത് 1 year എന്നാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതേപോലെ തന്നെ കോമ്പൗണ്ടഡ് ഹാഫ് ഇയർലി എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഹാഫ് ഇയർലി കോമ്പൗണ്ടിങ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഹാഫ് ഇയർലി കോമ്പൗണ്ടിങ്ങിൽ നിങ്ങൾക്ക് തന്നേണ മാതിരി തന്നെ എന്താണ് ഈ ക്വസ്റ്റിനുള്ള 8 1 ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹാഫ് ഇയർലി കോമ്പൗണ്ടിങ് അല്ല കിട്ടുക, ആനുവൽ കോമ്പൗണ്ടിങ് ആയിരിക്കും കിട്ടുക. ഓക്കെ. അപ്പോൾ ഹാഫ് ഇയർലി കോമ്പൗണ്ടിങ് ആണെങ്കിൽ എന്താക്കണം, എല്ലാത്തിനേക്കും ഹാഫ് ഇയറിലേക്ക് മാറ്റണം. എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനെയും നമ്മൾ നമ്പർ ഓഫ് ഇയേഴ്സ് എന്നിനെയും ആറിനെയും നമ്മൾ ഹാഫ് ഇയറിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ. അപ്പോൾ നമുക്ക് പറഞ്ഞിട്ടുണ്ട്, ചിലപ്പോൾ നമുക്ക് 6 എന്ന് പറയുന്നത് ഹാഫ് ഇയർലി കോമ്പൗണ്ടിങ്ങിൽ ഇൻട്രസ്റ്റ് വരും. ഇൻട്രസ്റ്റ് ഫോർ ഹാഫ് ഇയർലി കോമ്പൗണ്ട് ഈസ് ഈക്വൽ ടു 8% ആണ് നീ 6നെ കൺവേർട്ട് ചെയ്യേണ്ട. പക്ഷെ ഇവിടെ ക്വസ്റ്റിന് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ആനുവൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് 8 എന്ന് പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഒരു കൊല്ലത്തേക്ക് മൊത്തമുള്ള ഇൻട്രസ്റ്റ് ആണ് 4 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആനുവൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് നമുക്ക് തന്നിട്ടുള്ളതെങ്കിൽ നമ്മൾ അതിനെ ഹാഫ് ഇയറിലേക്ക് കൺവേർട്ട് ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഡിവൈഡ് ബൈ പകുതി ആക്കുക. ഒരു കൊല്ലം നമ്മൾ 6 മാസം എന്ന് പറയുന്നത് ഒരു കൊല്ലത്തിന്റെ പകുതിയാണല്ലോ, ഹാഫ്. അപ്പോൾ 8 ഡിവൈഡ് ബൈ 2 അപ്പോൾ 4 ആയിരിക്കും. നമ്മളെന്താ, നമ്മൾ ഈ ഹാഫ് ഇയർലി കോമ്പൗണ്ടിങ്ങിൽ എന്ത് മാറും, N-ഉം R-ഉം മാറും. ഓക്കെ. 6 എപ്പോഴും മാറണമെന്നില്ല, ചിലപ്പോൾ 6 നിങ്ങൾക്ക് ഹാഫ് ഇയർലി കോമ്പൗണ്ടിങ്ങിന്റെ 6 ആയിരിക്കും. അപ്പോൾ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് അത് ശ്രദ്ധിച്ച് ചെയ്യുക. ഓക്കെ. ഇവിടെ നമുക്ക് ആനുവലിന്ന് കറക്റ്റ് ആയിട്ട് ക്വസ്റ്റിന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആനുവലിന്ന് പറയാന്നുണ്ടെങ്കിൽ 6നെ നിങ്ങൾ എന്താക്കണം, ഹാഫ് ഇയറിലേക്ക് കൺവേർട്ട് ചെയ്യണം. ദാറ്റ് മീൻസ് എന്താണ്, R is equal to 8/2 is equal to 4. നിങ്ങൾ ഈ 4 ഇട്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഹാഫ് ഇയർലി കോമ്പൗണ്ടിങ്ങിൽ ആറിൻ്റെ വാല്യൂ 4 ഇട്ട് ചെയ്യണം. നല്ല കറക്റ്റായിട്ട് ആൻസർ ഇട്ടുള്ളൂ. അതേപോലെ തന്നെ N മാറ്റാനുണ്ട്. N എന്ന് പറയുന്നത് എന്താണ്,
ഒരു വർഷത്തേക്കാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ n = 1 ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ആനുവലി ആയിരിക്കും കിട്ടുക. നമുക്ക് വേണ്ടത് ഹാഫ് ഇയർലി ആണ്. അപ്പോൾ ഒരു വർഷത്തിൽ എത്ര അരവർഷം ഉണ്ടെന്ന് നോക്കുക. ഓക്കെ, ഒരു വർഷത്തിൽ എത്ര അരവർഷം ഉണ്ട്? 2 അരവർഷമാണ് ഒരു വർഷത്തിലുള്ളത്. അല്ലെങ്കിൽ എത്ര അരകൾ കൂടി ചേരുമ്പോൾ ഒന്നാവാൻ നോക്കുക. എത്ര അരകൾ കൂടി ചേരുമ്പോൾ ഒന്നാവാ? 2 അര അല്ലേ? അര പ്ലസ് അരയാണ് 1 അല്ലേ? നമുക്ക് മാർക്കൊക്കെ അറിയാം. 2 അര കൂടുമ്പോൾ ആണ് ഒന്നാവുക. അപ്പം ഒന്നാവാനായിട്ട് ഹാഫ് ഇയർലി ആണ്. അപ്പോൾ ഹാഫ് എത്ര ഹാഫ് വേണം നോക്കുക. എത്ര ഹാഫ് വേണം? 2 ഹാഫ് വേണം. അപ്പം n = 2. ഇനി ഫോർ 1.5 years എന്നാണ് പറയുക. 1.5 വർഷത്തിലേക്ക് ഞാൻ കണ്ടുപിടിക്കാനാണെങ്കിൽ എന്ത് വരും? 1.5 വർഷത്തിൽ എത്ര അരവർഷം ഉണ്ടെന്ന് നോക്കുക. ഓക്കെ, ഒരു വർഷത്തിൽ എത്ര അരവർഷം ഉണ്ട്? ഹാഫ് പ്ലസ് ഹാഫ്. ഇവിടെ വീണ്ടും ഒരു ഹാഫ് ഉണ്ട്, പ്ലസ് ഹാഫ്. അപ്പൊ n = എന്തെന്ന് വരും? n = 3 എന്ന് വരും. ഓക്കെ, ഇനി 2 ഇയറിന്റെ കണ്ടുപിടിക്കാനാണെന്ന് നോക്കിയാൽ ഹാഫ് ഇയർലി കോമ്പൗണ്ടിങ്ങിലാണ് പറയുന്നത്. ശ്രദ്ധിക്കണം, ഹാഫ് ഇയർലി കോമ്പൗണ്ടിങ് ആണ് ഞാൻ പറയുന്നത്. 2 വർഷത്തെ കണ്ടുപിടിക്കാനാണെങ്കിൽ എത്ര നോക്കണം? ഹാഫ് ഇയർ. എത്ര 2 വർഷത്തിൽ എത്ര ഹാഫ് ഇയർ വരും നോക്കാം. ഒരു വർഷത്തിനാണെന്നുണ്ടെങ്കിൽ 1 ആവാനായിട്ട് എന്താ? അര പ്ലസ് അര 1 ആയി. വീണ്ടും ഒരു 1 ഉണ്ട്. അപ്പൊ വീണ്ടും എന്ത് ചെയ്യണം? അര പ്ലസ് അര എന്താണ് കണ്ട? അര പ്ലസ് അര 1 പ്ലസ് അര 1.5, 1.5 പ്ലസ് അര 2. അപ്പൊ നമുക്ക് n = എന്ന് കിട്ടി? n = 4 എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ 2 വർഷമാണെന്നുണ്ടെങ്കിൽ ഹാഫ് ഇയർലി കോമ്പൗണ്ടിങ്ങിൽ n 4 ആയിരിക്കും. 1.5 വർഷമാണെന്നുണ്ടെങ്കിൽ ഹാഫ് ഇയർലി കോമ്പൗണ്ടിങ്ങിൽ n 3 ആയിരിക്കും. ഒരു വർഷമാണെന്നുണ്ടെങ്കിൽ ഹാഫ് ഇയർലി കോമ്പൗണ്ടിൽ n 2 ആയിരിക്കും. അപ്പൊ അത് ശ്രദ്ധിക്കണം, പ്രത്യേകം ശ്രദ്ധിക്കണം. ആ n-ന്റെ വാല്യൂ r-ന്റെ വാല്യൂ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ n = 4ഉം ഒരു വർഷം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് n = 2 ഇട്ട് കൊടുത്താൽ മാത്രമേ നമുക്ക് ഹാഫ് ഇയർലി കോമ്പൗണ്ടിങ് ശരിയായിട്ട് കിട്ടുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ട്രിക്കിൽ ഓർത്തിരിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷം എന്ന് പറയുന്നത് എന്താണ്? ഒരു വർഷം എന്ന് പറയുന്നത് 6 മാസമാണ് അല്ലേ? അപ്പോൾ ഇത് ഒരു രീതി വയ്ക്കുക. ഈ രീതിയിൽ നിങ്ങൾക്ക് എനിക്ക് കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ വേറൊരു മെത്തേഡ് എന്ന് പറയുന്നത് ഒരു വർഷം എന്ന് പറയുന്നത് എന്താണ്? ഒരു വർഷം എന്ന് പറയുന്നത് 12 months ആണ് അല്ലേ? അപ്പൊ നിങ്ങൾക്ക് അറിയാം അര വർഷം എന്ന് പറയുന്നത് എന്താണ്? ഹാഫ് ഇയർ എന്ന് പറയുന്നത് 6 months ആണ്. ഓക്കെ, അപ്പൊ നമ്മളിങ്ങനെ മന്ത്സിന്റെ ടേംസിൽ തന്നെ കാൽക്കുലേറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ ഒരു വർഷത്തിൽ എത്ര അരവർഷം കൊണ്ട് നോക്കാം. 12 months എന്താണ് നമ്മൾ മന്ത്സിനെ ഈ 12 months നമ്മൾ ഈ 6ലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പൊ 6 into എത്രയാണ് 12 എന്ന് നോക്കുക. ഓക്കെ, 12 months ആണ് നമുക്ക് ഒരു വർഷം എന്ന് പറയുന്നത് അല്ലേ? അപ്പൊ 6 into എത്ര ചെയ്യുമ്പോഴാണ് 12 കിട്ടുക? 6 into 2 ചെയ്യുമ്പോഴാണ് 12 കിട്ടുക. ഓക്കെ, അപ്പൊ നമുക്ക് n എന്ന് പറയുന്നത് 2 ആയിട്ട് എടുക്കാം. ഈ 1.5 വർഷമാണെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലേക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. ഞാൻ ആദ്യം പറഞ്ഞ ട്രിക്കാണ് എളുപ്പം. ഓക്കെ, അത് ഓർത്തിരിക്കുന്നത് എളുപ്പം. ലോജിക്ക് ഇതാണ് ഇതിന്റെ. 1.5 വർഷം എന്ന് പറയുന്നത് എന്താണ്? ഒരു വർഷത്തിൽ 12 മാസം, അര വർഷത്തിൽ 6 മാസം, മൊത്തം 18 മാസം. 18 മാസത്തിന് നമുക്ക് 6ന്റെ ടേംസിലേക്ക് മാറ്റണം. 6 into എത്രയാണ്? 18. 6 into 3 ആണ് 18. ഓക്കെ, അപ്പൊ 1.5 വർഷമാണെങ്കിൽ n = 3. ഓക്കെ, ഇനി അങ്ങനെ രീതിയിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ മതി. ഞാൻ ആദ്യം പറഞ്ഞ മാതിരി അവർ ആരയുടെ ടേംസിൽ നിങ്ങൾക്ക് അതിൽ ഓർത്തിരിക്കാം. ഓക്കെ, അപ്പൊ ആരയുടെ ടേംസ് ഓർത്തിരിക്കുന്നതായിരിക്കും എളുപ്പമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ നിങ്ങൾക്ക് ഏതാണ് എളുപ്പമായിട്ട് തോന്നുക അത് ചെയ്യുക. നമ്മുടെ ഈ n മാറും പ്രോപ്പറായിട്ട് ചൂസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ n ഇനിയിപ്പോൾ നമ്മൾ എന്തെടുക്കണം? r = 4ഉം n = 2 കൊടുത്താൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? പ്രോപ്പറായിട്ടുള്ള ആൻസർ കിട്ടുള്ളൂ. മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് ജസ്റ്റ് ഇതിന്റെ ആൻസർ ഒന്ന് കണ്ടുപിടിക്കാം. ഇക്വേഷൻ വേറെ p മാറുന്നില്ല. p എന്ന് പറയുന്നത് 12,000 rupees ആണ്. പിക്ക് വേറെ ചേഞ്ചസ് സംഭവിക്കുന്നില്ല. ഒരു വർഷം കഴിഞ്ഞ് കിട്ടുമ്പോൾ മണി ആഫ്റ്റർ 1 year, ഈ എമൗണ്ട് ആഫ്റ്റർ 1 year. ഒരു വർഷം കഴിഞ്ഞ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എന്താണ് നമ്മൾ കിട്ടുന്ന എമൗണ്ട്? ഇക്വേഷൻ സെയിം തന്നെയാണ്. എന്താണ്? p into 12,000 into 1 plus 8/100 അല്ല, 8/100 തെറ്റിപ്പോവും. എന്താണ് ചെയ്യേണ്ടത്? 4/100. ഇവിടെ ഈ ആറാണ്, ഈ ആറും ഈ n ആണ് ചൂസ് ചെയ്യേണ്ടത്. ഈ ആറിന് n-ന്റെ ആവശ്യമില്ല നമുക്ക്. നമ്മൾ ഇനി പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ ഈ ആറും ഈ n ആണ് ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, 4/100 raised to എന്താണ്? n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2. എന്തുവരും? 12,000 into 104 divided by 100 into 104 divided by 100. ഓക്കെ, ഇതാണ് 100ന്റെ മുകളിൽ 4 ആണ്. 4ന്റെ കൂടെ 100 ആഡ് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പൊ അത് 104 into 100 divided by 104 divided by 100. ഓക്കെ, നമുക്ക് ജസ്റ്റ് സീറോസ് വെട്ടിക്കളയാം. എന്തുവരും? 12 into 104 into 104 divided by 10. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ജസ്റ്റ് ഞാൻ കാൽക്കുലേറ്റർ യൂസ് ചെയ്തിട്ടാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾ ഇൻറ്റു ചെയ്ത് കണ്ടുപിടിക്കാം. ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് വാല്യൂ തന്നിട്ടുണ്ടെന്ന് തോന്നുന്നു വെച്ച് നോക്കട്ടെ. നമുക്ക് അത് ഓർഡർ ആയിട്ട് തന്നിട്ടുണ്ടോ നോക്കാം. അത് സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ അങ്ങനെ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഇതിലെ ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. അത് സെപ്പറേറ്റ് ആയിട്ട് ഫസ്റ്റ് ഇയറിൻ്റെ കണ്ടുപിടിച്ചു, 2 ഇയറിൻ്റെ കണ്ടുപിടിച്ചാണ്. അതിൻ്റെ ആവശ്യമില്ല, ഈ ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, അത് കുറച്ചുകൂടെ കൂടുതൽ സ്റ്റെപ്സ് ഒക്കെ ചെയ്യേണ്ടി വരും.
12 into 104 into 104 divided by 10 എന്ത് കിട്ടും 12,979 കിട്ടും. ഓക്കെ 12,979.2 റുപ്പീസ് ആയിരിക്കും നിങ്ങൾക്ക് എന്താ ആംബ്ലിക്ക് ഒരു വർഷം കഴിഞ്ഞ് ചെല്ലുമ്പോൾ കിട്ടാം. ഓക്കെ ഈ ക്വസ്റ്റ്യൻ തന്നെ സെയിം ആയിട്ട് എന്ത് പറഞ്ഞിട്ടുണ്ട് 1.5 വർഷം കഴിഞ്ഞ് കിട്ടുമ്പോൾ എത്ര രൂപ കിട്ടുമെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ 1.5 വർഷം അപ്പോൾ 1.5 ഇയർ. ഓക്കെ അപ്പോൾ നമുക്ക് എന്താണ് 1.5 ഇയർ കഴിയുമ്പോൾ എന്ത് മാറാം നമ്മുടെ അതേപോലെ തന്നെ നമ്മുടെ എന്താണ് ആറും എന്നും ഇവിടെ മാറും. പി മാറുമോ? പി മാറില്ല. പി എന്ന് പറയുന്നത് എന്താണ്? പി എന്ന് പറയുന്നത് 12,000 തന്നെയാണ്. ആർ എന്ന് പറയുന്നത് ഇപ്പോൾ എന്താ 6 ഹാഫ് ഇയർലി ആയതുകൊണ്ട് ഡിവൈഡ് ബൈ 2 ചെയ്യുക. ഹാഫ് ഇയർലി ആണെങ്കിൽ ഡിവൈഡ് ബൈ 2. ഓക്കെ അപ്പോൾ 8 ഡിവൈഡ് ബൈ 2 4. അപ്പം 6 അതാണ്. എൻ ഹാഫ് ഇയർ എന്താണ് ഇയർ മാറിയുടെ അല്ലേ? ഇയർ മാറി അതുകൊണ്ട് എൻ 1.5 ഇയറിൽ എത്ര ഹാഫ് ഇയർ ഉണ്ട് നോക്കാം. അപ്പോൾ എന്താ 1.5 ഇയറിൽ എത്ര ഹാഫ് ഉണ്ട്? ഹാഫ് പ്ലസ് ഹാഫ് പ്ലസ് ഹാഫ്. ഇത് മാർക്കൊക്കെ കൂട്ടാൻ അറിയുന്നതുകൊണ്ട് ഈ ഹാഫ് മെത്തേഡ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യാൻ എനിക്ക് തോന്നുന്നു. എന്താണ് അര പ്ലസ് അര 1, 1 പ്ലസ് അര 1.5. അപ്പോൾ നമ്മൾ വർഷത്തിനെ അര വർഷത്തിലേക്ക് കൺവേർട്ട് ചെയ്യാണ്. കാരണം ഹാഫ് ഇയർലി ആ പേരിൽ തന്നെ ഉണ്ടല്ലേ ഹാഫ്. അപ്പോൾ ഒരു വർഷം തന്നെങ്ങനെ എത്ര ഹാഫ് ഉണ്ടെന്ന് നോക്കണം എന്നുള്ള പരിപാടി. ഓക്കെ 1.5 വർഷത്തിൽ എത്ര ഹാഫ് ഇയർ ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ 1 എന്ന് പറയുന്നത് എത്രയാണ്? ഹാഫ് പ്ലസ് ഹാഫ് ആണ് 1 അല്ലേ? എന്നിട്ട് വീണ്ടും ഒരു ഹാഫ്. ആ ഹാഫ് അങ്ങനെ തന്നെ ഇടാം. മൊത്തം എത്ര ഹാഫ് ഉണ്ട്? 3. അപ്പോൾ n = 3 ഇടുക. ഇനി നമുക്ക് n = 3 ഇട്ട് കൊടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ 1.5 വർഷം കഴിഞ്ഞ് ചെല്ലുമ്പോൾ അമ്പിളിക്ക് എത്ര രൂപ കിട്ടും എന്ന് അറിയാൻ പറ്റും. ജസ്റ്റ് ചെയ്ത് നോക്കാം. എമൗണ്ട് ആഫ്റ്റർ 3 ഇയർ. ഓക്കെ 3 ഇയർ അല്ല സോറി എമൗണ്ട് ആഫ്റ്റർ 1.5 ഇയർ. 1.5 വർഷം കഴിഞ്ഞ് അമ്പിളി ചെല്ലുമ്പോൾ എത്ര രൂപ കിട്ടും? 12,000 ഇൻറ്റു എന്താണ് 6 എന്നും നമ്മൾ ഇതാണ് ചൂസ് ചെയ്യേണ്ടത് മറക്കരുത്. 1 + 4/100 raised to 3. ഓക്കെ ഇതൊരു 12,000 ഇൻറ്റു 104 ഡിവൈഡ് ബൈ 100 ഇൻറ്റു 104 ഡിവൈഡ് ബൈ 100 ഇൻറ്റു 104 ഡിവൈഡ് ബൈ 100. ഓക്കെ raised to 3 ആണ്. അതുകൊണ്ട് 3 പ്രാവശ്യം വരും. ഓക്കെ അപ്പോൾ 3 വെട്ടികളെ 2 വെട്ടി 2 വെട്ടി. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ തന്നെ പറഞ്ഞ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ യൂസിങ് എ കാൽക്കുലേറ്റർ എന്ന് ഒരു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കും കാൽക്കുലേറ്റർ ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. ഓക്കെ 12 ഇൻറ്റു 104 ഇൻറ്റു 104 ഇൻറ്റു 104 ഓക്കെ ഡിവൈഡ് ബൈ 1000. 3 zeros അല്ലേ ബാക്കിയുള്ളത് വെട്ടിക്കഴിഞ്ഞതിന് ശേഷം ഇവിടെ 2 എണ്ണം ഉണ്ട് ഇവിടെ 1 ഉണ്ട്. അപ്പോൾ 3 zeros = 13,000. നമുക്ക് നോക്കാം. അതെ കറക്റ്റ് ആണ്. 13,498.368 റുപ്പീസ് ആയിരിക്കും കിട്ടുക. 13,498.368 റുപ്പീസാണ് നമ്മൾക്ക് 1.5 വർഷം കഴിഞ്ഞ് ചെല്ലുമ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടുക. ഓക്കെ അപ്പോൾ ജസ്റ്റ് എന്താ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്? ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കാൽക്കുലേഷൻ മുമ്പ് ഞാൻ ഇൻറ്റു ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും ഇൻറ്റു ചെയ്യാത്തത്. ഓക്കെ നിങ്ങൾക്ക് ഞാൻ ചെയ്യുമ്പോൾ ഈ ഒരു ആൻസർ കിട്ടും കേട്ടോ. നിങ്ങൾ ചെക്ക് ചെയ്യുക. അപ്പോൾ എന്താ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഇക്വേഷനൊക്കെ സെയിം തന്നെയാണ്. എമൗണ്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനൊക്കെ സെയിം തന്നെയാണ്. നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് കൊണ്ട് പറയേണ്ടത് ഹാഫ് ഇയർലി കോമ്പൗണ്ടിങ് ആണെന്നുണ്ടെങ്കിൽ എന്നിൻ്റെയും ആറിൻ്റെയും വാല്യൂവിൽ വ്യത്യാസം വരും. ഓക്കെ 6 നിങ്ങൾക്ക് ഹാഫ് ഇയർലി ആണ് 6 തന്നിട്ടുണ്ടെങ്കിൽ 6 അങ്ങനെ എഴുതിയാൽ മതി. അത് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിക്കണം. ഇവിടെ നമുക്ക് എന്താണ് 6 ഫോർ ആനുവലി എന്ന് തന്നിട്ടുണ്ട്. ആനുവലി ഉള്ള 6 ആണെന്നുണ്ടെങ്കിൽ നമ്മളതിനെ ഹാഫ് ഇയറിലേക്ക് കൺവേർട്ട് ചെയ്യണം. 6നെ എന്നിനെ നമ്മൾ ഹാഫ് ഇയറിലേക്ക് കൺവേർട്ട് ചെയ്യണം. പൈസ നമ്മളൊന്നും ചെയ്യേണ്ട. നമ്മൾ 6നെ എന്നിനെ ഹാഫ് ഇയറിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ n 8% ആനുവലി തന്നിട്ടുണ്ട്. അപ്പോൾ n എന്ന് പറയുന്നത് എന്താ 6 മാസത്തേക്ക് പകുതിയായിരിക്കും. അപ്പോൾ 8/2. അപ്പോൾ ഏതിന് സംഖ്യയായാലും ഹാഫ് ഇയർലി കാണാനായിട്ട് പകുതി ഡിവൈഡ് ബൈ 2 ചെയ്താൽ മതി. ഓക്കെ അപ്പോൾ 8ന്റെ പകുതി എന്ന് പറയുന്നത് 4. ഓക്കെ n ഒരു വർഷത്തേക്ക് ആണെന്നുണ്ടെങ്കിൽ അത് എത്ര അര വർഷം ഉണ്ടെന്ന് നോക്കുക. അപ്പോൾ 2 ആണ്. നമ്മൾ നേരത്തെ കണ്ടു. ഈ 1.5 വർഷം ആണെന്നുണ്ടെങ്കിൽ 1.5 വർഷത്തിൽ എത്ര അര വർഷം ഉണ്ടെന്ന് നോക്കുക. അപ്പോൾ 1.5 ആണെങ്കിൽ നമ്മൾ ഈ 1ന് അര പ്ലസ് അരാന്ന് എഴുതി പ്ലസ് 1 അര. അപ്പോൾ 1.5 അല്ലേ? അപ്പം n = 3. ഇനി നമ്മൾ ഇക്വേഷൻ സെയിം തന്നെയാണ്. ഇക്വേഷനിൽ ഈ 6ഉം ഈ n ഇട്ട് വേണം ചെയ്യാനായിട്ട്. ഈ 6ഉം ഈ n ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉത്തരം തെറ്റും. ഓക്കെ അപ്പോൾ ഈ 6ഉം ഈ n ഇട്ട് വേണം നമ്മൾ ഇക്വേഷൻ ചൂസ് ചെയ്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതൊക്കെ സെയിം തന്നെയാണ്. നമ്മൾ ആ മുമ്പ് ചെയ്ത ആ എക്സസൈസിൽ ചെയ്ത പ്രോബ്ലത്തിൻ്റെ മാതിരിയാണ് സബ്സ്റ്റിറ്റ്യൂഷനൊക്കെ വരാം. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഈ n-ന്റെ 6ന്റെ വാല്യൂ മാറുന്നതാണ് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ അടുത്ത് നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ അതിൽ തന്നെ ഉണ്ട്. സപ്പോസ് എന്താണ് ഇനിയും ഒരു കാര്യം ഉണ്ട്. ഒരു അപ്പോൾ ഹാഫ് ഇയർലി ക്വാർട്ടറിങ് ഹാഫ് ഇയർലി കോമ്പൗണ്ടിങ് പഠിച്ചു. ഇനി ഒരു കോമ്പൗണ്ടിങ്ങും ഉണ്ട്. അതെന്ന് പറയുന്നതാണ് ക്വാർട്ടർലി കോമ്പൗണ്ടിങ്. അപ്പോൾ ഹാഫ് ഇയർലി കോമ്പൗണ്ടിങ്ങിൻ്റെ കാര്യം മനസ്സിലായല്ലോ. എന്താണ് നമുക്ക് തന്നിരിക്കുന്ന വർഷത്തിനെയും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനെയും നമ്മൾ എന്താക്കണം? നമ്മൾ ക്വാർട്ടർലി ഹാഫ് ഇയർലി ആക്കണം. ഓക്കെ
അപ്പോൾ അരവർഷത്തിലേക്ക് നമ്മൾ റേറ്റിന് മറക്കരുത്, ഈ റേറ്റും എന്നും നമുക്ക് വ്യത്യാസം വരും. അതാണ് മൊത്തം നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ട. അപ്പോൾ നമ്മൾ എന്നെ മാറും, അതിനനുസരിച്ചുള്ള വ്യത്യാസം വരുത്താൻ ശ്രദ്ധിക്കണം കേട്ടോ. ഹാഫ് ഇയർലി കോമ്പൗണ്ടിങ് ആണെന്നുണ്ടെങ്കിൽ. ഇനി അടുത്തൊരു കോമ്പൗണ്ടിങ്ങിന് പഠിക്കാനുള്ള ക്വാർട്ടർലി കോമ്പൗണ്ടിങ് ആണ്. അതിലെന്താ വ്യത്യാസം വരുന്നത് നോക്കാം. ക്വാർട്ടർലി കോമ്പൗണ്ടിങ്. അപ്പോൾ എത്രയാണ് നോക്കാം. ക്വാർട്ടർലി, അപ്പം 3 മാസത്തേക്കാണെന്നുണ്ടെങ്കിൽ നമ്മളിതിനെ ക്വാർട്ടർലി കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത്. ഓക്കെ, ക്വാർട്ടർ ക്വാർട്ടർ എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതാണ്. schemes in which interest is compounded every 3 months, അതാണ് നമ്മൾ ക്വാർട്ടർലി കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ അമ്പിളിയുടെ തന്നെ ക്വസ്റ്റൻ നമുക്ക് നോക്കാം. സപ്പോസ് അമ്പിളി മെയ്ഡ് ഹർ ഡെപ്പോസിറ്റ് ഇൻ എ ബാങ്ക് വിച്ച് കോമ്പൗണ്ട്സ് ഇൻട്രസ്റ്റ് ക്വാർട്ടർലി. സെയിം എമൗണ്ട് തന്നെയാണ്. അപ്പോൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് സെയിം കണ്ടീഷൻസ് തന്നെ. എത്രയാണ്? പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുന്നത് 12,000. ഓക്കെ, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 8% ആണ് ആനുവലി. ഓക്കെ, ആനുവല് 8% ആണ്. എന്ന് പറയുന്നത് എത്ര വർഷം എന്ന് പറഞ്ഞിട്ടുണ്ട്? എന്ന് പറയുന്നത് 1 ഇയർ ആണ് ചൂസ് ചെയ്യുന്നത്. 1 ഇയർ. ഓക്കെ, ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യനിലുള്ളത്. നമ്മൾ ചെയ്യേണ്ടത് ഹാഫ് ഇയർലി കോമ്പൗണ്ടിങ് അല്ല. ഹാഫ് ഇയർലി കോമ്പൗണ്ടിങ്ങിൽ തന്നെ മാറ്റങ്ങൾ മനസ്സിലായല്ലോ. ഹാഫ് ഇയർലി കോമ്പൗണ്ടിങ്ങിൽ 6/2 ചെയ്യണം. ഓക്കെ, അതേപോലെ തന്നെ എന്താണ് n എന്ന് പറയുന്നത് എന്താണ് ഹാഫ് ഇയറിലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. n എത്ര ഹാഫ് ഇയർ ഉണ്ടെന്നാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഇവിടെ നമുക്ക് പറഞ്ഞിട്ടുള്ളത് ആനുവലി ക്വാർട്ടർലി കോമ്പൗണ്ടിങ് ആണ്. ക്വാർട്ടർലി. ഓക്കെ, ക്വാർട്ടർലി കോമ്പൗണ്ടിങ്. ക്വാർട്ടർലി കോമ്പൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 മാസം കൂടുമ്പോൾ നമ്മുടെ എന്താണ് ഇൻട്രസ്റ്റും നമ്മുടെ എമൗണ്ടും കൂടി ആഡ് ചെയ്ത് പോകും. ഓക്കെ, ഹാഫ് ഇയർലി എന്ന് പറയുമ്പോൾ 6 മാസം കൂടുമ്പോൾ നമ്മുടെ ഇൻട്രസ്റ്റ് എമൗണ്ട് ചേഞ്ച് ചെയ്യുള്ളായിരുന്നു. ഇവിടെ നമുക്ക് 3 മാസം കൂടുമ്പോൾ ഇൻട്രസ്റ്റ് എമൗണ്ടിലേക്ക് ആഡ് ചെയ്ത് കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് മാറും? ഇവിടെ നമ്മളിങ്ങനെ ക്വാർട്ടർലി കോമ്പൗണ്ടിങ് ചെയ്യുമ്പോൾ നമ്മുടെ എന്നിൻ്റെ മാറിൻ്റെ വാല്യൂ ആണ് നമ്മൾ മാറ്റേണ്ടത്. ഓക്കെ, പിയുടെ വാല്യൂ മാറില്ല. പിയുടെ വാല്യൂ 12,000 തന്നെയായിരിക്കും. ഓക്കെ, ആറിൻ്റെ വാല്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ആദ്യം ഒരു വർഷത്തിൽ എത്ര ക്വാർട്ടർ ഉണ്ടെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു 3 മാസത്തിനെയാണ് നമ്മൾ ഒരു ക്വാർട്ടർ എന്ന് പറയുന്നത് അല്ലേ. ഒരു വർഷം എന്ന് പറയുന്നത് 12 മാസമാണ്. അപ്പോൾ 3 ഇൻറ്റു എത്രയാണ് 12? 3 ഇൻറ്റു 4 ആണ് 12 അല്ലേ. അപ്പം എത്ര ഒരു വർഷത്തിൽ എത്ര ക്വാർട്ടർ ഇയർ ഉണ്ടാവും? 4 ക്വാർട്ടർ ഇയർ ഉണ്ടാവും. ഓക്കെ, ഒരു വർഷത്തിൽ 4 ക്വാർട്ടർ ഇയർ ആയിരിക്കും ഉള്ളത്. ദാറ്റ് മീൻസ് എന്താണ്? അതെ, 12 മന്ത്സിന് നമ്മൾ 3 മന്ത്സിന്റെ ടേംസിലേക്കാണ് എടുക്കുന്നത്. അപ്പോൾ 12 മന്ത്സിന് നമ്മൾ എന്താണ് ഈ 3 മന്ത്സിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഒരു വർഷത്തിന് നമ്മൾ അവർ 3 മന്ത്സിന്റെ ടേംസിൽ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി 12 മന്ത്സ് ആണെന്നുണ്ടെങ്കിൽ അതിൽ എത്ര എന്താണ് 3 അല്ലേ. ക്വാർട്ടർലി കോമ്പൗണ്ടിങ് 3 ആണ്. ഹാഫ് ഇയർലിയിൽ നമ്മൾ 6 ആണ് നോക്കിയത്. ക്വാർട്ടർലിയിലൂടെ വരുമ്പോൾ 3 വരും. അതൊരു കാര്യം ഓർത്താൽ മതി. ഹാഫ് ഇയർലിയിൽ 6 നോക്കുക, എന്താണ് ക്വാർട്ടർലിയിൽ 3 വരാം. അപ്പോൾ 12 ആവാനായിട്ട് 3യുടെ കൂടെ എത്ര ഇൻറ്റു ചെയ്യണം? 12 ആവാനായിട്ട് 3യുടെ കൂടെ ഇൻറ്റു ചെയ്യേണ്ടത് 4 ആണ് അല്ലേ. 3 × 4 ആണ് 12. അപ്പോൾ എന്നിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താവും? അപ്പോൾ എന്നിന്റെ വാല്യൂ എന്ന് പറയുന്നത് 4 ആണ്. സോറി, എന്നിന്റെ വാല്യൂ അല്ല, എന്നിന്റെ വാല്യൂ എന്ന് പറയുന്നത് 4 ആണ്. ഓക്കെ, അപ്പോൾ എന്നിന്റെ വാല്യൂ നമ്മൾ അങ്ങനെ കണ്ടുപിടിക്കുക. ഒരു വർഷത്തിൽ എത്ര ക്വാർട്ടർ ഇയർ ഉണ്ടെന്ന് നോക്കിയിട്ട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നോക്കും. ഒരു വർഷത്തിൽ 4 ക്വാർട്ടർ ഇയർ ആയിരിക്കും ഉള്ളത്. ഹാഫ് ഇയർ ഒരു വർഷത്തിൽ 2 ഹാഫ് ഇയറും ഒരു വർഷത്തിൽ 4 ക്വാർട്ടർ ഇയറും ആയിരിക്കും ഉള്ളത്. ശ്രദ്ധിക്കണം കേട്ടോ. ഒരു വർഷത്തിൽ 1 ഇയർ ഓർത്തിരിക്കുക. 1 ഇയറിൽ 2 ഹാഫ് ഇയർ ഉണ്ടാവും. ഓക്കെ, അതുപോലെ തന്നെ 1 ഇയറിൽ എത്ര ക്വാർട്ടർ ഇയർ ഉണ്ടാവും? 4 ക്വാർട്ടർ ഇയർ ഉണ്ടാവും. ഓക്കെ, ഈ ഒരു കണ്ടീഷൻ ഓർത്തിരിക്കുക. ഒരു വർഷത്തിൽ 2 ഹാഫ് ഇയർ ആയിരിക്കും, ഒരു വർഷത്തിൽ 4 ക്വാർട്ടർ ഇയർ ആയിരിക്കും. അപ്പോൾ ഹാഫ് ഇയർലി കോമ്പൗണ്ടിങ് അതിനനുസരിച്ചുള്ള വ്യത്യാസം വരും. ക്വാർട്ടർലി കോമ്പൗണ്ടിങ് അതിനനുസരിച്ചുള്ള വ്യത്യാസം വരും. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ ഹാഫ് ഇയർലി ആണെങ്കിൽ 6ന്റെ ടേംസിലായിരിക്കും. ഇത് തന്നെയാണ് മാസം 6 ഇൻറ്റു എത്രയാണ് ചെയ്യേണ്ടത്. അപ്പോൾ 12 മന്ത്സ് ആണെങ്കിൽ 6 × 2 മതി. അപ്പോൾ ഹാഫ് ഇയർലി ആണെങ്കിൽ നമുക്ക് n2 മതിയായിരുന്നു. ഇതോടെ ക്വാർട്ടർലി കോമ്പൗണ്ടിങ് ആണ്. ക്വാർട്ടർലി കോമ്പൗണ്ടിങ് ആകുമ്പോൾ 3യുടെ ബേസിസിലാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ 12 മാസം എന്ന് പറയുന്നത് 3 ഇൻറ്റു എത്രയാണ് 12 തന്നെ നോക്കിയാൽ മതി. 3 ഇൻറ്റു എത്രയാണ് 12 വരിക? 4. ഓക്കെ, ഇപ്പോൾ 2 ഇയേഴ്സ് ആണെങ്കിൽ എന്ത് വരും? 2 ഇയേഴ്സ് 24 മന്ത്സ്. അപ്പോൾ 24 മന്ത്സ് എന്ന് പറയുമ്പോൾ 3 ഇൻറ്റു എത്രയാണ് 24 നോക്കുക. 3 ഇൻറ്റു 24
3 ഇൻറ്റു 8 ആണ് 24, 8 3 are 24 അല്ലേ. അപ്പോൾ എന്നിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 8 വരും. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. വലിയ നമ്പറൊന്നും ചോദിക്കില്ല, ഏകദേശം 1 ഇയർ ഒക്കെ ചോദിക്കുള്ളൂ നമ്മളോട്, കൂടുതലൊന്നും ചോദിക്കില്ല. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഒരു ഇയർ എന്ന് പറയുന്നത് 2 ഹാഫ് ഇയർ ആണ്, ഒരു ഇയർ എന്ന് പറയുന്നത് 4 ക്വാർട്ടർ ഇയർ ആണ്. അപ്പോൾ എന്നിൻ്റെ വാല്യൂ എന്തായാലും 4 കൂടി ചോദിക്കില്ല, കാരണം അതിനനുസരിച്ച് നമ്മൾ ഇൻറ്റു ചെയ്ത് പോകേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഏകദേശം ക്വാർട്ടർ ഇയറിൽ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 1 ഇയറിലൊക്കെ ചോദിക്കുള്ളൂ. അപ്പോൾ ഓർത്തിരിക്കുക, ഒരു ഇയർ എന്ന് പറയുന്നത് 4 ക്വാർട്ടർ ഇയർ ആണ്. അപ്പോൾ ഒരു ഇയർ എത്ര ക്വാർട്ടർ ഇയർ ആണ്? 4 ക്വാർട്ടർ ഇയർ ആണ്. അപ്പോൾ n 1 ഇയർ തന്നാൽ നിങ്ങൾ എടുക്കേണ്ട വാല്യൂ n = 4 എന്നാണ്. ഇനി R എങ്ങനെ വ്യത്യാസപ്പെടുമെന്ന് നോക്കാം അല്ലേ. R എങ്ങനെ വ്യത്യാസപ്പെടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 8 ഡിവൈഡ് ബൈ എന്ത് ചെയ്യണം? 8 ഡിവൈഡ് ബൈ 4 ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ എത്രയാണ് തന്നിട്ടുള്ളത്? ക്വാർട്ടർ ഇയറിലെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഹാഫ് ഇയറിൽ നമ്മൾ എന്താ ചെയ്തത്? ഡിവൈഡ് ബൈ 2 ആണ് ചെയ്തത്, കാരണം ഒരു വർഷത്തിൽ 2 ഹാഫ് ഇയർ ആയിരുന്നു ഉണ്ടായത്. അപ്പോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഹാഫ് ഇയർലി കാണാനായിട്ട് ഡിവൈഡ് ബൈ 2 ചെയ്യാം. ഓക്കെ, ഇനി ക്വാർട്ടർലി ഇയറിൽ എന്താണ്? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കാണാനായിട്ട് ഡിവൈഡ് ബൈ 4 ആണ് ചെയ്യേണ്ടത്. ഈ ഒരു ടിപ്പ് ഓർത്ത് നിങ്ങൾക്ക് ഏകദേശം എല്ലാവരും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ക്വാർട്ടർ ഇയറിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കാണാനായിട്ട് ഡിവൈഡ് ബൈ 4 ആണ് ചെയ്യേണ്ടത്. ഹാഫ് ഇയറിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കാണാനായിട്ട് ഡിവൈഡ് ബൈ 2 ആണ്. ഈ ഒരു റിലേഷൻ ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ക്വാർട്ടർ ഇയറിൽ എന്താണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്? എന്താ വെച്ച് ഡിവൈഡ് ചെയ്യണം? 4 വെച്ച് ഡിവൈഡ് ചെയ്യണം. ദാറ്റ് മീൻസ് 8 ഡിവൈഡ് ബൈ 4 = 2. അപ്പോൾ ഇവിടെ R എന്ന് പറയുന്നത് 2ഉം n എന്ന് പറയുന്നത് 4ഉം ആയിരിക്കും. ഓക്കെ, നമ്മൾ ഇക്വേഷൻ എന്ന് പറയുന്നത് സെയിം തന്നെയാണ്. എമൗണ്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എന്തോരും? P × 1 + R/100 അതിന് വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ആകെ കൂടി വ്യത്യാസം വരുന്നത് ക്വാർട്ടർലി കോമ്പൗണ്ടിങ് ആണെന്നുണ്ടെങ്കിൽ എന്ത് വരും? അവിടെ R-ന് n വ്യത്യാസം വരും. അതേപോലെ തന്നെ എന്ത് വരും? ഹാഫ് ഇയർലി കോമ്പൗണ്ടിങ് ആണെന്നുണ്ടെങ്കിൽ അവിടെ R-നും n വ്യത്യാസം വരും. അപ്പോൾ എനിക്ക് എന്തെങ്കിലും വ്യത്യാസം വരില്ല കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഇക്വേഷനൊക്കെ സെയിം തന്നെയാണ്. എന്താണ്? എമൗണ്ട് ആഫ്റ്റർ 1 ഇയർ = എന്താണ്? എമൗണ്ട് ആഫ്റ്റർ 1 ഇയർ. ഒരു വർഷം കഴിഞ്ഞ് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് P × 1 + R/100 ഇക്വേഷൻ ഒന്നും ഒരു വ്യത്യാസമില്ല. ഇക്വേഷൻ സെയിം തന്നെയാണ്. ആകെ എന്താ വ്യത്യാസം വരാം? n-നും R-നും ആണ് വ്യത്യാസം വരാം. ഹാഫ് ഇയർലി ആയാലും കോമ്പൗണ്ടിങ് ആയാലും n-നും R-ഉം വ്യത്യാസം വരും. ഓക്കെ, ജസ്റ്റ് നോക്കാം നമുക്ക്. എമൗണ്ട് ആഫ്റ്റർ 1 ഇയർ = P തന്നിട്ടുണ്ട് അല്ലേ. P എന്ന് പറയുന്നത് 12,000 × 1 + ഇവിടെ R എത്രയാണ്? R 2 ആണ് ചൂസ് ചെയ്യേണ്ടത് കേട്ടോ. 2/100 n എത്രയാണ്? n 4 ആണ്. അപ്പോൾ എന്ത് വരും? 12,000 × 102 ഡിവൈഡ് ബൈ 100 × 4. ഓക്കെ, അപ്പോൾ raised to 4 എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം? ഇത് 4 ടൈംസ് ഇൻറ്റു ചെയ്യണം. അത്ര വലുതൊന്നും നിങ്ങൾക്ക് ചോദിക്കില്ല. ഓക്കെ, 12,000 ചെറുതാണെങ്കിൽ ചോദിക്കാൻ ചെറുതായി ചോദിക്കുള്ളൂ. ഓക്കെ, 12,000 × 102 ഡിവൈഡ് ബൈ 100 × 102 ഡിവൈഡ് ബൈ 100 × 102 ഡിവൈഡ് ബൈ 100 × 102 ഡിവൈഡ് ബൈ 100. കാരണം എന്താ? raised to 4 ആണ്. അപ്പോൾ 4 പ്രാവശ്യം നമ്മൾ ഇൻറ്റു ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ 3 zeros ഈ 3 zeros ക്യാൻസൽ ചെയ്യാം. ജസ്റ്റ് കാൽക്കുലേറ്ററിൽ ചെയ്യണേ. ഇത് കാരണം നമുക്ക് ഇത്രയും വലുതൊന്നും നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കില്ല. ഓക്കെ, നമ്മൾ ഇത് ഇത്രയും വെച്ച് ചെയ്താൽ നിങ്ങൾക്ക് ചോദിക്കുകയാണെന്ന് തന്നെ ഇത്രയും വെച്ച് ചെയ്താലും മതി. നമ്മൾ ഇൻറ്റു ചെയ്ത് ഫുൾ ആൻസർ കണ്ടുപിടിക്കണമെന്നൊന്നുമില്ല. അപ്പോൾ നമുക്കിവിടെ എന്താണ് അവിടെ അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് യൂസിങ് എ കാൽക്കുലേറ്റർ എന്ന് അവർ കണ്ടുപിടിച്ചതെന്ന് പറയുന്നുണ്ട്. കമ്പ്യൂട്ട് ദിസ് യൂസിങ് എ കാൽക്കുലേറ്റർ എന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ചെറിയ ആൻസൊക്കെയാണ് നമുക്ക് കണ്ടുപിടിക്കാം. 2 ഡിവിഷൻ ഇൻറ്റു ഉള്ളത് നമുക്ക് കണ്ടുപിടിക്കാം. പക്ഷെ ഇവിടെ 4 ഇതൊക്കെ അത് കുറേ സമയം എടുക്കും. നിങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ ഞങ്ങൾ പരീക്ഷ മൊത്തം എടുത്ത് ഇൻറ്റു ചെയ്യേണ്ടി വരും. ഡിവൈഡ് ബൈ എത്ര വരും നോക്കാം. സീറോസ് എത്ര ഉണ്ട്? 1 2 3 4 5 zeros ഉണ്ട് അല്ലേ. 2 3 4 5. അപ്പോൾ നിങ്ങൾക്ക് കാൽക്കുലേറ്റർ ചെയ്ത് നോക്കാം കേട്ടോ. നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 12,989.18592 കിട്ടും. ഇത് 2 പ്ലേസ് ചെയ്താൽ മതി. അപ്പം എന്താണ്? ക്വാർട്ടർലി കോമ്പൗണ്ടിങ് ആണെന്നുണ്ടെങ്കിൽ ഒരു വർഷം കഴിയുമ്പോൾ നമ്മുടെ അമ്പിളിക്ക് കിട്ടുന്ന പൈസ എന്ന് പറയുന്നത് 12,989 rupees ആയിരിക്കും. ഓക്കെ, അപ്പോൾ എന്താ നമ്മളിന്ന് പഠിച്ച 2 മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ശരിക്കും പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ വഴിയില്ല. നിങ്ങൾ ശരിക്കും അതൊന്ന് വായിച്ച് ഞാൻ പറഞ്ഞ ടിപ്പ് വെച്ചിട്ടൊന്ന് നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ പ്രോബ്ലം നമുക്ക് നാളെ ചെയ്യാം. ഒക്കെ കൂടി ചെയ്ത് നിങ്ങൾക്ക് ആകെ കൂടി കൺഫ്യൂഷനും. ഒന്നുകൂടെയും പറഞ്ഞാൽ നമ്മൾ മെയിനായിട്ട് 2 കാര്യമാണെന്ന് പഠിച്ചത്. നമ്മൾ ഇത്രയും നാളെ കണ്ടത് ആനുവലി കോമ്പൗണ്ടിങ് ആയിരുന്നു. ഇനി നമ്മൾ കണ്ടത് ഹാഫ് ഇയർലി കോമ്പൗണ്ടിങ്ങും ക്വാർട്ടർലി കോമ്പൗണ്ടിങ്ങും ആണ്. ഹാഫ് ഇയർലി അപ്പോൾ ഏരിയ തന്നെയുണ്ട്. ഹാഫ് ഇയർലി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ വർഷത്തിന് നമുക്ക് തന്നിരിക്കുന്ന വർഷത്തിന് നമ്മൾ ഹാഫ് ഇയർലിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. വ്യത്യാസം വരുന്നത് n-ന് വ്യത്യാസം വരും, R-ന് വ്യത്യാസം വരും. നമുക്ക് R എപ്പോഴും തന്നെ ആനുവൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിരിക്കും R തരാം.
ഓക്കെ 6 ആനുവൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് തന്നെ എന്നുണ്ടെങ്കിൽ ഹാഫ് ഇയർലിയിൽ 6 കണ്ടുപിടിക്കാൻ ഡിവൈഡ് ബൈ 2 ചെയ്യാം. ഓക്കെ ജസ്റ്റ് ഹിൻഡ് പോലെ തരാം. ഹാഫ് ഇയർലി ആണെന്നുണ്ടെങ്കിൽ ഹാഫ് ഇയർലി കോമ്പൗണ്ടിങ് ആണെന്നുണ്ടെങ്കിൽ 6 കണ്ടുപിടിക്കാൻ തന്നിരിക്കുന്ന 6 ഡിവൈഡ് ബൈ 2. ദാറ്റ് മീൻസ് ആനുവൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആനുവൽ റേറ്റ് ആയിരിക്കും തന്നെ അത് ഡിവൈഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹാഫ് ഇയർലിയിൽ 6 കിട്ടും. ഇനി n കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യുക? ഹൗ മെനി ഹാഫ് ഇയേഴ്സ് എന്ന് നോക്കാം. ഹൗ മെനി ഹാഫ് ഇയേഴ്സ്, എത്ര ഹാഫ് ഇയർ ഉണ്ടെന്നാണ് നിങ്ങൾ നോക്കേണ്ടത്. n is equal to 1 ആണെന്നുണ്ടെങ്കിൽ എന്ത് വരും? എത്ര ഹാഫ് ഇയർ ഉണ്ട് അതിൽ? ഹാഫ് പ്ലസ് ഹാഫ് അല്ലേ? 1 ഇയറിൽ 2 ഹാഫ് ഇയർ. ഓക്കെ അപ്പൊ എന്ത് വരും? 2 വർഷത്തിൽ 4 ഹാഫ് ഇയർ, 1.5 വർഷത്തിൽ 3 ഹാഫ് ഇയർ. അതൊന്നും കണ്ടു അല്ലേ? അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ ഒരു ബോക്സ് ആയിട്ട് എഴുതിയിടാം. ഹാഫ് ഇയർലി കോമ്പൗണ്ടിങ്ങിന്റെ കാര്യങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കും. ഇനി ക്വാർട്ടർലി കോമ്പൗണ്ടിങ് ആണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുക? നമ്മൾ 3 മാസം കൂടുമ്പോഴായിരിക്കും ചെയ്യുന്നത് അല്ലേ? അപ്പൊ 6 കണ്ടുപിടിക്കാനായിട്ട് ക്വാർട്ടർലി കോമ്പൗണ്ടിങ്ങിൽ 6 കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് R ഡിവൈഡ് ബൈ 4 ആണ്. ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ ഹാഫ് ഇയർ കോമ്പൗണ്ടിങ് ആണെന്നുണ്ടെങ്കിൽ പുതിയ 6 കണ്ടുപിടിക്കാനായിട്ട് R ഡിവൈഡ് ബൈ 2 ചെയ്യുക. ക്വാർട്ടർലിനാണെന്നുണ്ടെങ്കിൽ പുതിയ 6 കണ്ടുപിടിക്കാനായിട്ട് R ഡിവൈഡ് ബൈ 4 ആണ് ചെയ്യേണ്ടത്. അതൊരു കാര്യം ഓർത്തിരുന്നാൽ മതി. വേറെ നിങ്ങൾ വേറെ ഒന്നും ഓർത്തിരിക്കേണ്ട. ജസ്റ്റ് ആ ഒരു സ്റ്റെപ്പ് ഓർത്തിരിക്കുക. അപ്പം നിങ്ങൾക്ക് എളുപ്പത്തിൽ തന്നെ ചെയ്യാം. ഓക്കെ ഇനി n കണ്ടുപിടിക്കാനായിട്ട് എത്ര ക്വാർട്ടർ ഇയർ ഉണ്ട് നോക്കണം. എത്ര ക്വാർട്ടർ ഇയർ ഉണ്ട് നോക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷത്തിൽ ഉള്ള ക്വാർട്ടർ ഇയർ എന്ന് പറയുന്നത് 4 ക്വാർട്ടർ ഇയർ ആണ് ഉണ്ടാവുക. ഓക്കെ 4 ക്വാർട്ടർ ഇയർ. ഒരു വർഷത്തിൽ 4 ക്വാർട്ടർ ഇയർ ആണ് ഉണ്ടാവുക. ഓക്കെ അപ്പൊ n is equal to 1 ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്തെന്ന് ചൂസ് ചെയ്യണം? പുതിയ n എന്ന് പറയുന്നത് 4 ആയിരിക്കും. ഓക്കെ അപ്പൊ n is equal to 2 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് യൂസ് ചെയ്യാം? n എന്ന് പറയുന്നത് 4 into 2 8 ആയിരിക്കും. ഓക്കെ into 2 അങ്ങനെ ചെയ്യാം. ഓക്കെ അപ്പൊ എന്താണ് ആ ഒരു റിലേഷൻ ഓർത്താൽ മതി. ഒരു ഇയർ എന്ന് പറയുന്നത് 4 ക്വാർട്ടർ ഇയർ ആണ്. ഒരു ഇയറിൽ കൂടുതൽ നിങ്ങൾക്ക് ചോദിക്കില്ല, കാരണം റേസ്റ്റ് 4 വരും. ഇപ്പൊ നമ്മൾ കണ്ടു നേരത്തെ അല്ലേ 102 റേസ്റ്റ് 4 വന്നു. അപ്പോൾ 102 റേസ്റ്റ് 8 ഒക്കെ വന്ന് നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. നിങ്ങളൊരു പൈസ മൊത്തം നിങ്ങൾ ഇൻറ്റു ചെയ്ത് എടുക്കുന്നു തോന്നാനില്ല. അപ്പൊ ചോദിക്കുകയാണെങ്കിൽ ഞാൻ 1 ഇയറിൻ്റെ ഒക്കെ ചോദിക്കുള്ളൂ. അപ്പൊ ഈ ഒരു കാര്യം ഓർത്തിരുന്നാൽ മതി കേട്ടോ. ഇനി കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പ്രോബ്ലം ചെയ്ത് വരുമ്പോൾ അതിൽ എങ്ങനെ ചെയ്തതെന്ന് നോക്കാം. അപ്പോൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം നമുക്ക്. ഓക്കെ അപ്പോൾ അതേപോലെ തന്നെ n റേസ്റ്റ് 4 എന്നൊക്കെ 102 എന്നൊക്കെ പറഞ്ഞാൽ റേസ്റ്റ് 4 വരുമ്പോൾ നിങ്ങൾ ഫൈനൽ ആൻസർ കണ്ടുപിടിക്കണമെന്ന് ജസ്റ്റ് അവിടെ വെച്ച് നിർത്താൻ നിങ്ങൾക്ക് കേട്ടോ. 2 എണ്ണമൊക്കെയുള്ള ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ ഇങ്ങനെ ചെയ്യണം. 4 എണ്ണമൊക്കെ വരാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് നമ്മൾ സമയം ചെയ്തുകൊണ്ടിരിക്കാനുള്ള ബാക്കി നമ്മുടെ സമയം പോകും. അപ്പോൾ നിങ്ങൾ ആ ഒരു ഫൈനൽ സ്റ്റെപ്പ് ഇവിടെ ഒരു ഫൈനൽ സ്റ്റെപ്പ് കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞിട്ട് യൂസിങ് എ കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് 4 ഒക്കെ വരുന്നുള്ള എക്സാമിന് എന്ത് ചെയ്യുക? ജസ്റ്റ് ആ ഫൈനൽ ആൻസർ അങ്ങനെ തന്നെ എഴുതിയിട്ട് ഇട്ടാലും മതി. ഓക്കെ ഇന്ന് ഇത്രയും കാര്യം പഠിക്കാണ്ട് ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 കാര്യമാണ് പഠിച്ചത്. വേറൊന്നും ഞാൻ എടുക്കണില്ല. നിങ്ങൾ നമ്മൾ അമ്പിളിയുടെ ക്വസ്റ്റൻ ആണ് ഞാൻ ചെയ്തത്. അത് ഓൾറെഡി നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. അത് ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ടെന്ന് വിചാരിച്ച് നോട്ട്ബുക്കിലേക്ക് എഴുതാതിരിക്കരുത്. നോട്ട്ബുക്കിലേക്ക് എഴുതണം. എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ നോട്ട്ബുക്കിൽ ടെക്സ്റ്റ് ബുക്കിൽ കറക്റ്റായിട്ട് കൊടുത്തിട്ടില്ല. ഓക്കെ ഞാൻ അപ്പോൾ നിങ്ങൾ ജസ്റ്റ് അതിലെ ക്വസ്റ്റ്യൻ നോക്കുക. ഞാൻ ചെയ്ത മാതിരി ചെയ്യുക. വേറെ ടെക്സ്റ്റ് ബുക്കിൽ നോക്കുന്നത് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാവും. വേറെ രീതിയിലാണ് ടെക്സ്റ്റ് ബുക്കുകാർ ചെയ്തത്. ഓക്കെ അപ്പോൾ ഞാൻ ചെയ്ത രീതിയിൽ മാത്രം നോക്കിയാൽ മതി. ഓക്കെ എൻ്റെ നോട്ട് ചെയ്താൽ. ഓക്കെ താങ്ക് യു.